പിന്നെ ദീപിന് വിളിച്ചപ്പോൾ ദീപ് ഷാർജയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ റോട്ടിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയേക്കാം. ദീപിന് വണ്ടി വേഗം കണ്ടാൽ അറിയാം. അവൻ മിക്കവാറും ജീവാഗൻ കൊണ്ടായിട്ടും പോയിണ്ടാവുക. ജീവാഗൻ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. അതേ പോകുന്ന എൻ്റെ പള്ളി സ്പീക്ക് ഓഫ് ദ ഡെവിൾ പൊട്ടിച്ചു പോകുന്നു ബ്ലാഡി ഫുൾ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ വെറുതെ ഒരു ഈവനിങ് റൈഡ് ഇറങ്ങാൻ പോവാണ്. വയറൊക്കെ തള്ളി നിൽക്കുന്നുണ്ട്. ഇന്ന് നല്ല കുറച്ച് സ്നാക്സും പഴംപൊരി എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ സ്ഥിരം ഷോർട്സ്. ലെറ്റ്സ് ഗോ. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞു ഇതേതാ ഇത് ലെഫ്റ്റ്. ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം എന്നല്ല, നമ്മൾ നേരെ ഒരു കുഞ്ഞു റൈഡ് ചെയ്യാം. ഞാൻ മെല്ലെ സംസാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. വണ്ടിയിൽ ആളുണ്ട്. സോ കോൾഡ് സ്റ്റാർട്ട്. സോ ഒരു കുഞ്ഞു റൈഡ്, ഒരു ഈവനിങ് റൈഡ്, ഒരു ചിൽ റൈഡ്. 311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലോട്ട് ഒരു കുഞ്ഞു റൈഡ്. നല്ല വെതറാണ് ഇന്ന്. ഡേ ടൈം സത്യം പറഞ്ഞാൽ ഞാൻ ബൈക്കും കൊണ്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ അലച്ച് ചിലപ്പോൾ അബദ്ധമാകും. കാരണം എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന്. മീറ്റിങ്ങിന് താരയൊക്കെ വേർത്തുകൊണ്ട് പോയാൽ നടക്കില്ല. പക്ഷെ അങ്ങനെ അധികം ചൂടില്ല. പക്ഷെ എന്നാലും ഒരു പ്രൊഫഷണലിസം കീപ്പ് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നേരെ 311 പിടിച്ച് നേരെ വിട്ടേക്കാം. എന്നിട്ട് എന്തൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ എന്നുള്ളത് ഇപ്പോഴും ഏകദേശം അറിയില്ല. പക്ഷേ പോയി നോക്കാം. ബാക്കി വരണോടത്ത് നമുക്ക് പ്ലാനായിട്ട് ചോദിച്ചു പോകാം. ക്യാമറയുടെ ആംഗിളൊക്കെ ശരിയാന്ന് വിചാരിക്കാം. ലെറ്റ്സ് ഗോ ബോയ്സ്. ദേർ വി ഗോ. നേരെ അപ്പോൾ ലൈഫ് അപ്ഡേറ്റ്സ് ഫസ്റ്റ്. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞ ഒരു വ്ളോഗിന് ശേഷം? ഒരു വ്ളോഗ് ഇപ്പോൾ ഓൾറെഡി എഡിറ്റിങ്ങിലുണ്ട്. എയ്ബിളിനാണെങ്കിൽ നല്ല വർക്കാണ്. മേ കോൾ കരേഗാ വാപ്പസ് അത്. അപ്പോൾ ഒരു വ്ളോഗ് ഇപ്പോൾ ഈ ഒരു വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു വ്ളോഗ് പണിപ്പുരയിലുണ്ട്. അത് ഏബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് മുന്നേ നമുക്കൊരു പോഡ്കാസ്റ്റ്, നമ്മുടെ സെറ്റ്ലിസ്റ്റ് പോഡ്കാസ്റ്റിൻ്റെ ഒരു എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. അത് തീർത്ത് അവനെ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് തിരിച്ച് ചെല്ലുമ്പോഴേക്കും ചെന്നിട്ട് റിവ്യൂ ചെയ്യണം. പിന്നെ എന്തൊക്കെയാണ് നടക്കുന്നത്? പിന്നെ വ്ളോഗ് ഒരു വ്ളോഗ് കൂടെ ഇറങ്ങാനുണ്ട്. അത് ഇറങ്ങും. അത് ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു വ്ളോഗ് കൂടെ കാണാം. കുതിരയിലോട്ട് പോയി ഒരു 5 സ്റ്റോപ്പ് വ്ളോഗ്, അതായത് 5 സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള വ്ളോഗായിരുന്നു. നേരെ 5 സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള റൈഡ്. എപ്പോഴും ഇവിടെയാണ് സ്കിഡിങ് പോലെ ഫീൽ ആയിരുന്നു. പക്ഷെ ഒന്നും സ്കിഡിങ് തോന്നില്ല. സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഇറങ്ങണം കേട്ടോ ബൈക്കും കൊണ്ട്. ഇരുട്ടല്ലാതെ ഇത് കൊള്ളാം. നല്ല വെതറുമാണ്. അത്യാവശ്യം നല്ല എന്താ പറയുക, ലൈറ്റും കൊള്ളാം. ഇരുട്ടായിട്ടില്ല, പക്ഷെ എന്നാലും വെയിലില്ല. അങ്ങനെ പിന്നെന്താ ലൈഫ് അപ്ഡേറ്റ്സിൽ വരുന്നത്? കാറിന് എന്തോ ഒരു വൈക്ലഭ്യം ഉണ്ട്. അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് സൈഡിൽ കൂടെ മെല്ലെ പിടിച്ച് നോക്കിയാലോ. കാറിന് എന്തോ ഒരു വൈക്ലഭ്യം ഉണ്ട്. അത് എന്താ മനസ്സിലായിട്ടില്ല. കാരണം ഇന്നലെ രാത്രി ഞാൻ നമ്മുടെ ഓപ്പൺ മൈക്ക് ഇന്നിപ്പോൾ മൺഡേയാണ് ഞാനിത് റൈഡ് ചെയ്യുന്നത്. അപ്പോൾ സൺഡേ ആണല്ലോ നമ്മുടെ ഓപ്പൺ മൈക്ക് ഉള്ളത്. ഈ സൺഡേ ഓപ്പൺ മൈക്ക് കഴിഞ്ഞ് നമ്മുടെ ക്യാമറാമാൻ ഉണ്ട് ഫയാസിനെയും എൻ്റെ പാർട്ട്ണറേയും അർജിത്ത്, ഇവർ രണ്ടുപേരും ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നഹദേ പോയി വരുന്ന സമയം, അത് എത്താനായ സമയത്ത് എന്തോ വണ്ടിക്കൊരു മിസ്സിങ്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തും വണ്ടിക്ക് ഭയങ്കര മിസ്സിങ്. എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു അതും രാത്രി 1:30-2 മണി എങ്ങനെ ആയിട്ടുണ്ട്. പെട്ടുപോയരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ വീട്ടിലെത്തി പാർക്കിങ്ങിൽ വണ്ടി ഇട്ട് കഴിഞ്ഞ് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ രാവിലെ ഞാൻ വണ്ടി എടുത്ത് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു രാവിലെ മീറ്റിംഗ് ഉണ്ട്, അങ്ങോട്ട് പോയി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്നലെ രാത്രി എന്തായിരുന്നു എന്നാവോ. എന്തായാലും ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അപ്പോൾ നോക്കാം. ബട്ട് എഗെയിൻ ഐ റിപ്പീറ്റ്, വെദർ ഈസ് സോ ഗുഡ് മാൻ, വെദർ ഈസ് സോ ഗുഡ്. ഇന്നും നമ്മൾ റൈഡിങ് ഗിയർ ഒന്നും ഇട്ടിട്ടില്ല. ഫസ്റ്റ് ആ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഷോർട്ട്സും ഷൂസും ടീഷർട്ട്. എന്തൊരു നല്ല വെതറാ. ബ്യൂട്ടിഫുൾ വെതർ. ഇന്ന് റൈഡിന് പോകുമെന്നുള്ളത് ഉറപ്പില്ല ചിലപ്പോൾ. കാരണം ദീപിനൊന്ന് കാണേണ്ട ആവശ്യമുണ്ടെന്ന്. ദീപിനെ കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ റൈഡിന് പോയാൽ ചിലപ്പോൾ ഒരു കുഞ്ഞു റൈഡ് പോയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നേരെ അവിടെ ചെന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ കുഞ്ഞു ഈവനിങ് റൈഡ്, നമ്മുടെ ഈ വെതർ എല്ലാം ഒന്ന് എൻജോയ് ചെയ്യാനുള്ള കുഞ്ഞു ഈവനിങ് റൈഡ്. അപ്പോൾ നമ്മൾ നേരെ ചെന്നിട്ട് 311 ജോയിൻ ചെയ്യും. 311 ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈവനിങ് സമയത്ത് ട്രാഫിക് നേരെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഇപ്പോൾ എൻ്റെ റൈറ്റിലോട്ട് നോക്കി കഴിഞ്ഞാൽ ട്രാഫിക് കാണാം. ഇതേ അവിടെ താഴെ റോട്ടിൽ, അതായത് ഇത് ഷാർജയിലോട്ടുള്ള ട്രാഫിക്കാണ്. നമുക്ക് പോകേണ്ടത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ ദീപിന് വിളിച്ചപ്പോൾ ദീപ് ഷാർജയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ റോട്ടിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയേക്കാം. ദീപിന് വണ്ടി വേഗം കണ്ടാൽ അറിയാം. അവൻ മിക്കവാറും ജീവാഗൻ കൊണ്ടായിട്ടും പോയിണ്ടാവുക. ജീവാഗൻ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു സ്ക്രൂ ഡ്രൈവർ റോട്ടിലൊരു സ്ക്രൂ ഡ്രൈവർ. എൻ്റെ പള്ളി, അതിലെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിലോ വണ്ടി സ്കിഡായി എൻ്റെ മുട്ട് വരച്ച്
ഇനി ആ സ്ക്രൂ ഡ്രൈവർ എങ്ങാനും കറങ്ങി തിരിഞ്ഞ് എൻ്റെ കാലിലെങ്ങനെ കുത്തിക്കറിയില്ല. അയ്യോ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചില്ല. അതേ പോകുന്ന എൻ്റെ പള്ളി, സ്പീക്ക് ഓഫ് ദ ഡെവിൾ. ലെഫ്റ്റ് സൈഡിൽ അവന്മാരല്ലേ പോകുന്നത്. പിടിക്കാപ്പാ, അവരെന്നെ പോകുന്നത്. അവരെ കാണാത്ത പോലെ നമുക്ക് നീങ്ങാട്ടോ. അവന്മാരാണ് ബാക്കിലുള്ളത്. എന്താ ടൈമിങ് നോക്കണം. നമ്മൾ 3 ലെവലിൽ കയറിയ ഉടനെ അവന്മാരെ കിട്ടി. ഷോ, അങ്ങനെ നാവെടുത്ത് വളച്ചതും നേരെ അവന്മാരെ ഫ്രണ്ടിക്ക്. എന്തായാലും കൊള്ളാം. ട്രാഫിക്കിൽ എന്തായാലും ഒരു ഇത് അടിച്ചടിച്ചടിച്ച് അങ്ങനെ ഇവിടെ എത്തി. എന്താണ് ആ സൈഡിൽ ട്രാഫിക് നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്. എന്നാലും ടൈമിങ് പെർഫെക്റ്റ്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ടൈമിങ്. നമ്മൾ 3 ലെവലിൽ ജോയിൻ ചെയ്യുന്നു, അവർ നേരെ 3 ലെവലിൽ നമ്മുടെ ഫ്രണ്ടിൽ കയറുന്നു. നമുക്ക് നേരെ ഇതിൻ്റെ സൈഡിൽ കൂടെ മെല്ലെ അങ്ങോട്ട് കയറ്റാം. അവന്മാർ സൈഡിൽ കൂടെ വരുന്നു തോന്നുമ്പോൾ. അപ്പോൾ ഇന്ന് ഇതേ ഒരു കൂൾ 311 റൈഡ്, അതാണ് അത്രയേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. ബാക്കിൽ അവർ ഷാർജയിൽ എന്തൊക്കെയോ സാധനങ്ങൾ, മറ്റേ വണ്ടി പാർട്സ് വാങ്ങാൻ പോയതാണ്. എൻ്റെ നമ്മൾ കോഴി പാർട്സ് വാങ്ങാൻ പോകുമെന്നൊക്കെ പറയില്ലേ, ചിക്കൻ പാർട്സ് വാങ്ങാൻ പോയല്ലോ, അതുപോലെ വണ്ടിയുടെ പാർട്സ് വാങ്ങാൻ പോയതാണ്. നമുക്കല്ല ഈ സൈഡ് പിടിക്കാം. നല്ല വെതർ എൻ്റെ പൊന്നു മക്കൾ, എന്തൊരു രസമുള്ള വെതറാ. ഇതാണ് മോനെ വൈബ്, ഇതാണ് വെതർ. അവന്മാർ ബാക്കിൽ വന്നത് ഒരു മെല്ലെയുള്ള വരുന്നത്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവരെ കയ്യിലിരിപ്പ് വെച്ചിട്ട് വേഗം വരണം. ആ ബാക്കിൽ നമ്മുടെ തൊട്ട് ബാക്കിലെത്തി തോന്നും. അപ്പോൾ നമ്മളിത് പതുക്കെ പതുക്കെ പൊട്ടിച്ചു പോകുന്നു. ബ്ലാഡി ഫുൾസ്. അതാണ് ദീപിൻ്റെ ജി വാഗൺ, പച്ച ജി വാഗൺ. പക്ഷേ ആളുകളെ ഈ വണ്ടി കാണുമ്പോൾ വിചാരിക്കും ഇത് എന്താ പറയുക റാപ്പ് ചെയ്തതാണ്. പക്ഷേ ഇത് ഒറിജിനൽ പെയിൻ്റാണ് ഇതിൻ്റെ, മെഴ്സറീസിൻ്റെ പച്ച കളറ്. ഇതിങ്ങനെ വണ്ടി ഇറങ്ങുന്നുണ്ട്. സാറ്റിൻ മാറ്റാണോ ഇതിന് പറയാം, മാറ്റ്. ഈ മാറ്റ് കളറിൽ വണ്ടി ഇറങ്ങുന്നുണ്ട്. നൈസാണ്, വൈബാണ് വണ്ടി. വേഗം എവിടെ നിന്ന് കണ്ടാലും മനസ്സിലാവും. അതേ പോകുന്നു. പക്ഷെ നല്ല രസമുള്ള റൈഡ് കേട്ടോ. ഈ സമയം വേണം റൈഡിന് പോകാൻ. സത്യം പറഞ്ഞാൽ ഈ സമയമാണ് പെർഫെക്റ്റ് റൈഡിങ് ടൈം. നമ്മളെപ്പോഴും ഇറങ്ങി, ഇപ്പോൾ ഏകദേശം 6 മണി. നമ്മളെനിക്ക് തോന്നുന്നു 5:45 5:50 ഇറങ്ങി. പക്ഷെ ഇപ്പോൾ സൺസെറ്റ് നേരത്തെയാണ്. ഇത് കണ്ടില്ല, 6 മണി ആകുമ്പോഴേക്കും ഏകദേശം സൂര്യനെ ഇറങ്ങി തുടങ്ങി. അങ്ങനെ. പക്ഷെ ഇപ്പോൾ ഒരു ചൂട് വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ആ വണ്ടിയുടെ പുറകിൽ പോയതുകൊണ്ടാണോന്നാവോ ചൂട് വരുന്നത്. ഒരു ചെറുതായിട്ടൊരു ചൂട് കാറ്റ് അടിക്കുന്നുണ്ട്. GMC ഡെനാലി ദീപിൻ്റെ കയ്യിലുണ്ടായിരുന്ന വണ്ടി. അത് പറയാൻ പറ്റില്ല, ചില സമയങ്ങളുണ്ട് എല്ലാം കൂടെ ഒരുമിച്ചാ. ആ ജെനസിസ് നല്ല രസമുണ്ടല്ലേ, അതിൻ്റെ പെയിൻറ്റ് ഇതുപോലെ മറ്റേ ആ സാറ്റിനാണ്, മാറ്റ്. ഈ സമയത്ത് നല്ല രസമുണ്ട് സ്ഥലങ്ങളെല്ലാം കാണാം. ഈ ലൈറ്റ് അതായത് ബിൽഡിങ്ങിലെ ലൈറ്റും ലൈറ്റ് പോസ്റ്റിലെ ലൈറ്റും എല്ലാം ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ ചെറുതായിട്ട് സൂര്യൻ്റെ വെളിച്ചം ചെറുതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എന്താ വളരെ ബാലൻസ്ഡ്. മറ്റേത് ഇരുട്ടത്ത് ബിൽഡിങ് കാണുന്നല്ലാതെ ഒരു അരണ്ട വെളിച്ചം, അരണ്ട എന്ന് പറഞ്ഞ വാക്കുണ്ട്. അരണ്ട അല്ലല്ലോ, ഒരു ഉദ്ദേശിച്ചത് ഒരു ചെറിയ കുഞ്ഞ് ഡിം ലൈറ്റിൽ ബിൽഡിങ്ങുകളും അറ്റ് ദ സെയിം ടൈം ബിൽഡിങ്ങുകളുടെ വെളിച്ചം കാണും. എക്സീഡ്. ഞാൻ പറഞ്ഞില്ല, ഈ ചൈനീസ് വണ്ടികളൊക്കെ ഒരു രക്ഷയില്ലാതായി മാറിയിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ പല വണ്ടികളും.
ആ എക്സിയറിൻ്റെ വണ്ടി എന്ത് രസമുണ്ട്, ആ ബ്ലാക്ക് വണ്ടി ഫ്രണ്ടിൽ പോകുന്നത്, ആ ജീവാഗിൻ്റെ തൊട്ട് ലെഫ്റ്റിൽ. ഗ്ലോബൽ വില്ലേജ്, ഓ ഇന്ന് ഗ്ലോബൽ വില്ലേജിൻ്റെ ഫസ്റ്റ് ഡേ ആണോ? ഇല്ല 2 ദിവസം കൂടെ, 2 ദിവസം കൂടെ. 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് തിങ്കൾ, ചൊവ്വ, ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്തത് ഗ്ലോബൽ വില്ലേജ്. Now it's my turn, baby. അവർക്ക് ടാറ്റ കൊടുത്തു. അപ്പോൾ നമ്മളിനി ഇതാണ് നമ്മുടെ ബൈക്കുള്ളതിൻ്റെ ഒരു ഉപകാരം. നൈസായിട്ട് മെല്ലെ ലൈന് മാറി ചേഞ്ച് ചെയ്ത് അടുത്ത ലൈനിലോട്ട് ചേഞ്ച് ചെയ്ത് ഓരോ ലൈന് വെച്ച് നമ്മൾ ഫ്രണ്ടിൽ പിടിച്ച് അങ്ങനെ പോകും. പറയാൻ പറ്റില്ല, അവർ വാശി കയറിയാൽ ചിലപ്പോൾ വണ്ടി കൊണ്ട് ഇപ്പോൾ പുറകെ വരും. ട്രാഫിക്കിൽ നമ്മൾ വരി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വൈ ദേ ഈ ലൈനിൽ നോക്കി അവിടം വരെ ആകെ ഈ ഒരു വാന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ മുന്നോട്ട് വേറെ വണ്ടിയില്ല. ഈ ഗ്യാപ്പ് പിടിച്ചോ. ലെറ്റ്സ് ഗോ ബോയ്സ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. Man, I love this. Camera. Hello. നമുക്ക് ഈ അടുത്ത ലൈൻ പിടിക്കാം, റൈറ്റ് പിടിക്കാം, പിന്നെ റൈറ്റ് പിടിക്കാം. ഫോർനെക്ക്. Man, riding season is on. Riding season is so on. ബാക്കിൽ ഗ്യാപ്പ് തരില്ല എന്ന് വാശിയും പിടിച്ചു വരുത്താൻ വരുന്നുണ്ടായിരുന്നു. അത്ര വാശി പാടില്ല, നമ്മളെപ്പോഴും വിട്ടു കൊടുക്കണം. അതേ ലെഫ്റ്റ് സൈഡിൽ, നമ്മുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിലാണ് ഓട്ടോഡ്രോം, ദുബായ് ഓട്ടോഡ്രോം. ട്രാക്ക് കാണാം ഇവിടുന്ന്, പക്ഷെ രാത്രി അതുകൊണ്ട് എത്രത്തോളം കാണുമെന്ന് അറിയില്ല. അതെ, വീണ്ടും ആ ജെനസിസ്, മാറ്റ് വൈറ്റ് ജെനസിസ്. നമുക്കിനി റൈറ്റ് പിടിച്ച് പോകാം, കാരണം എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എക്സിറ്റ് എടുക്കണ്ടേ. ഈ വഴി പിടിക്കാം. ഇതങ്ങനെ നമ്മൾ നമ്മുടെ സ്വീകരണ സ്ഥലം എത്താറായി. ഇന്ന് എണ്ണയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ റൈഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയിട്ട് നല്ല ഫുൾ ടാങ്ക് അടിച്ചു വെച്ചു. അതുകൊണ്ട് അഗൈൻ ദാറ്റ് ബിൽഡിംഗ്, മാൻ, ബ്യൂട്ടിഫുൾ. ആഹാ, നല്ല കിടിലൻ ട്രാഫിക്. പക്ഷെ നമുക്ക് പേടിക്കണ്ട, നമ്മൾ ബൈക്കിലാണ്. നമ്മൾ എങ്ങനെയെങ്കിലും സൈഡിൽ കൂടെ നടുക്കൂടെ ഒക്കെ പിടിച്ച് അങ്ങോട്ട് എത്തും. ആദ്യം വണ്ടികൾ ഒരു തീരുമാനത്തിൽ അവർ തന്നെ എത്തട്ടെ. അവർ സൈഡ് പിടിക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അവരൊരു തീരുമാനത്തിൽ. ഓക്കെ, നമുക്ക് സൈഡ് ബോക്സ് ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ നല്ല നൈസായിട്ട് സൈഡിൽ കൂടെ കയറ്റാം, സെൻറ്ററിൽ കൂടെ. ലെറ്റ്സ് ഗോ, വി ഗോട്ട് ദിസ്. ഇയാളൊരു ഗ്യാപ്പ് തരുവാണെങ്കിൽ ഇങ്ങനെ കയറാം. ഓക്കെ, ഓക്കെ, തള്ളി ഇവിടെ എത്തി. ഇയാളൊന്ന് മാറി തന്നാൽ നമുക്കുള്ള നൈസായിട്ട് അങ്ങോട്ട് കയറാം. ഒരു ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ലെഫ്റ്റ് പിടിച്ചാലോ. നൈസായിട്ട് സൈഡ് പിടിച്ച് പോകാം. കിട്ടിപ്പോയി മക്കളെ, കിട്ടി. പക്ഷേ ഈ സൈഡ് പിടിച്ചാൽ അധികം പോകാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞാൽ അതെ കണ്ടിട്ട് അവിടെ ഒരു 2 ലാൻഡ് ക്രൂസർ. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അങ്ങ് പോവായിരുന്നു. പ്ലീസ്, ഇയാളെ ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറ്റും മിക്കവാറും. അത് കഴിഞ്ഞ പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ആൾ സൈഡ് അടുപ്പിച്ചാണ് പോകുന്നത്. സെൻറ്റർ പിടിച്ചാലോ, നമുക്കിത് പിടിക്കാം. യെസ്, അയാൾ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറി നമുക്ക് അവിടെ നിന്ന് സൈഡ് പിടിക്കാം. ഒരു ഗ്യാപ്പ് തന്നാൽ ഞാനങ്ങോട്ട്. താങ്ക് യു. There we go. That's it, baby. Again, please do not try this. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ്. ഇതിൽ എന്തൊക്കെ ഡിസ്ക്ലെയിമർ വെക്കാനുണ്ടോ അതെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല.
This is a very, very, very bad example to set. പക്ഷേ I think we are left with no choice but to go this way. Let's do this. Oh my god. Ooh, we got this. Yes. റേഞ്ച് റോവർ എണ്ണ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാനങ്ങോട്ട് ബ്ലീസ് ഈ മിഡ് പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പുണ്ടോ? ചെറിയ ഗ്യാപ്പുണ്ട്, പക്ഷെ അത് റിസ്കി. അപ്പുറത്തൊരു ബസ്സുണ്ട്, അയാൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ നിന്നോളണമെന്നില്ല. വെരി സ്ലോ മാൻ, വെരി സ്ലോ. ഇവിടെ ഒരു ഗ്യാപ്പ് എടുക്കാം. ഇവിടെ എത്തി. എനിക്കൊന്ന് ആ ലെഫ്റ്റ് പിടിച്ചാൽ ആ ലെഫ്റ്റ് ഗ്യാപ്പ് പിടിച്ച് പോകാം. നമ്മുടെ വിൻഷീൽഡ് വൈസർ തുറന്നപ്പോൾ നല്ലൊരു സുഖം. അവന്മാരെന്തോ ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിടിക്കുന്നുണ്ടോ? ആരോ ലോങ് ഹോൺ അടിച്ചത് ആർക്കും ഇഷ്ടമായിട്ടില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. There we go. We got this baby, we got this. കിട്ടിപ്പോയി, എസ്കേപ്പ് ഡാ. ഈ ട്രാഫിക്കെല്ലാം ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടാ, JVC കയറാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാഫിക്കെല്ലാം. കഴിഞ്ഞു ട്രാഫിക് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ അടുത്തൊരു എക്സിറ്റിലും കൂടെ കുറച്ച് ട്രാഫിക് കാണും. ഇങ്ങോട്ട് കയറാനുള്ള ക്യൂ ആണ്. ഒന്ന് സ്ലോ ആക്കിയപ്പോൾ ചെറുതായിട്ട് ചൂടെടുക്കാൻ തുടങ്ങിട്ടോ. അങ്ങോട്ട് നോക്കി അപ്പുറത്തുള്ള ട്രാഫിക്, എൻ്റെ അമ്മേ. ഇപ്പോൾ പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട് ഈ ഫുഡ് ഓർഡർ ചെയ്യാൻ. എന്താ പറയുക, കീറ്റോയോ, കീറ്റ KEETA. ഡെലിവറി ഫീ ഒന്നും ഇല്ല എന്നാണ് കേട്ടോ. 0 ഡെലിവറി ഫീ എന്നൊക്കെ കേൾക്കുന്നത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഡെലിവറി ഫീ ഇല്ലെങ്കിൽ അതൊരു വലിയ ലാഭമാട്ടോ. കാരണം ഇപ്പോൾ എല്ലാ തലഭാഗത്താണെങ്കിലും എന്തിനാണെങ്കിലും ഡെലിവറിക്ക് ഏകദേശം 6 ദിറംസ് മിനിമം കൊടുക്കണം. ചിലത് 9 ദിറംസ്, തലഭാഗത്തിലൊക്കെ ചിലപ്പോൾ 9 ദിറംസ് 10 ദിറംസ് ഒക്കെ ഡെലിവറി ഫീ. ഇന്ന് വഴിതിരിച്ചുവിടൽ ദിവസമാണ് ഇന്ന് കംപ്ലീറ്റ്ലി. വഴി തിരിച്ചു വിട്ട് എവിടേക്കോ എത്തി. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം നമ്മുടെ എത്തേണ്ട സ്ഥലം എത്താറായി. അപ്പോൾ ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് പരിപാടികളെല്ലാം തീർത്തിട്ട് ഒരൊറ്റ സെക്കൻഡിൽ ഐ വിൽ സീ യു ഗൈസ്. റെഡി? സീ യു ഇൻ എ ബിറ്റ്. അപ്പോൾ നേരെ നമുക്കിനി പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ അടുത്ത സ്വീകരണ സ്ഥലം നമ്മൾ പോകുന്നത് മെർഡിഫിൽ ബർഗർ കഴിക്കാൻ പോകുന്നു. അവിടെ ഒരു കോയിൻ ബർഗർ ഉണ്ട് അത്ര. അപ്പോൾ ഇനി കോയിൻ ബർഗർ എന്താ എന്നുകൂടെ നമുക്ക് അറിഞ്ഞേക്കാം. അതും കൂടെ പോയിട്ട് ചെക്ക് ചെയ്താൽ അത് നോക്കാം. ഇവന്മാർ കത്തിച്ചു വിടുന്നു തോന്നുന്നു. നല്ല വെതർ, എൻ്റെ അമ്മയോ നല്ല വെതർ, വെരി ഗുഡ് വെതർ. ദിസ് ഈസ് ദ വെതർ ബേബി. ഇവിടെ കല്യാണം വല്ലതും നടക്കുന്നുണ്ടോ? ഇവിടെ വണ്ടിയുടെ എക്സോസ്റ്റ് ഒരു രക്ഷയില്ല. ജിയുടെ നിങ്ങൾക്ക് മൈക്കിൽ ഇത് പൊട്ടൽ കേൾക്കുന്നുണ്ടോന്നാവോ? നമ്മൾ ഓട്ടോമാറ്റിക് തന്നെ അല്ലേ? അതെ. പോർഷെ മാക്കാനാണെന്ന്. മാക്കാൻ ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കും. വീടിൻ്റെ കീ എടുത്തിട്ടുണ്ട്, ഫോണുണ്ട്, വാലറ്റ് ബാഗിൽ തന്നെ ഉണ്ട്. അതന്നെ ഇടും, പിന്നെ ഇടും. അപ്പോൾ നമ്മൾ ഇനി കോയിൻ ബർഗർ കഴിക്കാൻ പോവാം. കോയിൻ ബർഗർ, മിഷൻ കോയിൻ ബർഗർ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി വേറെ പ്ലാനുകളൊന്നും വരില്ല എന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും വരുവാണെങ്കിൽ വിൽ ഗോ വിത്ത് ഫ്ലോ. പിന്നെ നാളെ വേറൊരു റൈഡും കൂടെ ഉണ്ടാവും കേട്ടോ. ഈ ആഴ്ച മൊത്തം റൈഡിൻ്റെ ആഴ്ചയാണ്. നല്ല റൈഡ്. നാളെ മിക്കവാറും ജബൽ ജെയ്സ് ആയിരിക്കും നാളെ. പക്ഷെ അത് വീഡിയോ ചെയ്യോ എന്ന് ചോദിച്ചാൽ നോ ഐഡിയ. ലെറ്റ്സ് സീ. നല്ല സുഖമുണ്ട്. ഈ എന്താ പറയുക, നമ്മുടെ വൈസറൊക്കെ തുറന്നിട്ട് ഓടിക്കുക. ഇയാൾ സൈഡ്, ആ ബൈക്കുകാരൻ ഒരു വരവാ. നമ്മൾ സിഗ്നൽ ഇട്ടാലോ അയാൾക്ക് ഒരു നോട്ടമൊന്നുമില്ല, അങ്ങ് വരുവോ. ഹബീബി, വെൽക്കം ടു ദുബായ്, വെൽക്കം ടു ദുബായ്. വണ്ടി നല്ല ഇങ്ങനെ ഇട്ട് എന്താ പറയുക, കറക്കാൻ പറ്റുന്നൊരു ഫ്ലെക്സിബിലിറ്റി. മറ്റേ ആ ബോക്സ് ഊരിയപ്പോൾ ഒരു കുഞ്ഞു വണ്ടി ആയ പോലെ. ഇനി വേണമെങ്കിൽ നമുക്ക് വൈസർ
അടച്ചേക്കാം. ഇനി വൈസർ അടച്ച് സംസാരിക്കാം. അപ്പോൾ നമ്മളിനി നേരെ അതേ ഫ്രണ്ടിൽ നമ്മുടെ ദീപുവിൻ്റെ G-Wagon ഉണ്ട്. അതിൻ്റെ പുറകെ പിടിച്ചു പോകാം. കാരണം നമ്മൾ എവിടേക്കാണ് കഴിക്കാൻ പോകുന്നതിൻ്റെ ലൊക്കേഷൻ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി നേരെ അതിൻ്റെ പുറകെ പിടിച്ച് അങ്ങനെ പോവാം. ഇനിയിപ്പോൾ ഈ കോയിൻ ബർഗർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞില്ലെന്ന് വേണ്ട, അതും കൂടെ അങ്ങ് കഴിച്ചേക്കാം. അതോടെ നമ്മൾ കൃതാർത്ഥർ. കർവ് എടുക്കുന്ന ഒരു പ്രത്യേക രസമാണ്. പക്ഷെ അധികം ലീൻ ചെയ്യാനൊരു ധൈര്യമില്ലാത്ത നമ്മൾ ജാക്കറ്റും റൈഡിങ് ഗിയറും ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ 311 ജോയിൻ ചെയ്യുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. ഈ നേരത്തെ ട്രാഫിക് കുറവായിരിക്കും. ഇപ്പോൾ എത്രയായി? 10 മണി കഴിഞ്ഞു. വലിയ ട്രാഫിക് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഓ എന്ത് രസമാണ്. വീട്ടിലിരിക്കുമ്പോൾ എന്താ അറിയുമോ, ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഓടിക്കാൻ തോന്നില്ല. വണ്ടി ഓടിക്കാനോ ഇനിയിപ്പോൾ ബൈക്ക് എടുത്ത് ഇറങ്ങണോ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ വണ്ടി എടുത്ത് ഇറങ്ങി വേർക്കുന്നൊന്നുമില്ല കേട്ടോ. ഈവൻ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വേർക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതുമില്ല. ഹെൽമെറ്റിൻ്റെ ഉള്ളിലും വേർക്കുന്നില്ല. വെദർ ഈസ് ഗുഡ്. വെദർ ഈസ് ആക്ച്വലി ഗുഡ്. നല്ല വെതറാണ്. G-Wagon ഒരു രാജകീയതയാണ് അല്ലേ, ഒരു റോയൽറ്റിയാണ് G-Wagon. അതൊരു പ്രത്യേക മൂടാണ്. നമുക്ക് ഈ ലൈന് പിടിക്കാം. എന്നിട്ട് ആ വണ്ടി വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെ വട്ട വിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് കയറാം. അതല്ലേ ഹീറോയിസം. ഓക്കെ, ഇനി നമ്മൾ മെല്ലെ ആ റൈറ്റ് സൈഡിലെ ബൈക്കുകാരൻ കയറിയല്ലോ. ബൈക്കുകാരൻ കുറച്ചൊന്ന് ഫ്രണ്ടിൽ പോയാൽ നമുക്ക് മെല്ലെ റൈറ്റ് സൈഡ് പിടിച്ച് ലെഫ്റ്റ് സൈഡ് കയറാം. ഓക്കെ, ബൈക്കുകാരൻ പൊക്കോട്ടെ. കാര്യമായിട്ട് അയാളെ ഓവർടേക്ക് ചെയ്യാൻ പോയതാ. അയാൾ നമ്മളെക്കാളും വൻ എന്താ പറയുക സെറ്റപ്പായി. ഇതേ ഗ്ലോബൽ വില്ലേജ് 2 ദിവസങ്ങൾ ഇവിടെ ഗ്ലോബൽ വില്ലേജ് തുറക്കാൻ. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് ഒക്കെ നല്ല തിരക്കായി പൊളിയായിരിക്കും. ഇവിടെ 30th സീസണാണെന്ന് തോന്നുന്നു ഗ്ലോബൽ വില്ലേജിൻ്റെ ഇപ്രാവശ്യം. എല്ലായിടത്തും കാണുന്ന ഈ 30th 15th October 2025 ഗ്ലോബൽ വില്ലേജ് മറ്റന്നാൾ ഓപ്പൺ ചെയ്യും. 2 ദിവസം കൂടെ. നൈസ്. 30th സീസണാണെന്ന് തോന്നുന്നു. സ്പെഷ്യൽ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഈ IMG വേൾഡ്സ് ഓഫ് അഡ്വഞ്ചറിൽ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ഇതുവരെ ഇതിൽ പോയിട്ടില്ല. ഇപ്പോൾ ആരും അങ്ങനെ പോകുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുമില്ല. നോർമലി എല്ലാവരും പറയുമല്ലോ, നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ പറയുമല്ലോ, ഞാൻ ഗ്ലോബൽ വില്ലേജ് പോകും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഗ്ലോബൽ വില്ലേജ് പോകണം. ആ പറച്ചിൽ ഇതുവരെ IMG വേൾഡ്സ് ഓഫ് അഡ്വഞ്ചറിന് ഇതുവരെ ഞാനും പറഞ്ഞു കേട്ടില്ല. കൂട്ടിയോ എന്തോന്നാവും. അതെ, ആശ നമ്മുടെ ക്ലിപ്പ് എടുക്കുക. പക്ഷെ അവർ ഫ്രണ്ടിൽ പോകണം, നമ്മൾ ഫ്രണ്ടിൽ പോയ കാര്യമില്ല. കാരണം നമുക്ക് വഴി അറിയില്ല. അവന്മാർ ഫ്രണ്ടിൽ പോയേ പറ്റുള്ളൂ. നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരും മിക്കവാറും. അവർ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരെ ബാക്കിൽ പിടിക്കാം. ജൈടെക്സ് തുടങ്ങിട്ടോ. ഇന്ന് ഡേ 1 ആയിരുന്നു ജൈടെക്സിൻ്റെ. ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കായിരുന്നു ജൈടെക്സിന്. നമുക്ക് ഒന്നുകൂടെ സ്ലോ ഡൗൺ ചെയ്യേണ്ടി വരുമല്ലോ. അവരിത്ര സ്ലോ ആയിട്ടാണ് വരുന്നത്. നമ്മൾ വലിയ കാര്യത്തിൽ റൈഡർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. തലവാത്തിൻ്റെ റൈഡേഴ്സിൻ്റെ കാര്യം ആലോചിച്ചൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടി ഓടിക്കുക. അതാണ് ശരിക്കുള്ള എന്താ പറയുക, എൻഡ്യൂറൻസ് റൈഡേഴ്സ് എന്നൊക്കെ പറയല്. ഓഫ് റോഡും ഇതൊന്നും ഒരു കോപ്പും ഇല്ലെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഓടിച്ച് നടക്കുമെന്ന് പറഞ്ഞാൽ അതാണ് റൈഡേഴ്സ്. അതാണ് ശരിക്കുള്ള റൈഡേഴ്സ്.
അപ്പോൾ ആ ഒരു ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇനി നമുക്ക് ഇവരെ ഫോളോ ചെയ്ത് പിന്തുടരാം. മെർഡിഫിലാണ് ഈ ഒരു കോയിൻ ബർഗർ ഉണ്ടെന്നാണ് പറഞ്ഞത്. പോയി നോക്കാം. ഓ, ആ G-Wagon ടെയിൽ ഗേറ്റ് ചെയ്ത് നോക്കി. ഷേ, ക്രോസ് ചെയ്ത് പോയോ? ക്രോസ് ചെയ്ത് പോയില്ലേ? ഇല്ല, ഇപ്പോഴും ടെയിൽ ഗേറ്റ് ചെയ്യോ? ബ്ലാക്ക് G-Wagon. ആ വൈറ്റ് വണ്ടി ഒരൊറ്റ ബ്രേക്ക് ചെയ്താൽ ബാക്കിൽ കൊണ്ടുപോയി അങ്ങ് താങ്ങും. വലിയ ട്രക്ക്, വലിയ വോൾവോ. നമ്മളൊരു സമയത്ത് എടുക്കണമെന്ന് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത വണ്ടിയായിരുന്നു വോൾവോ S90. പിന്നെ ആ പ്ലാൻ തൽക്കാലത്തേക്ക് ഡ്രോപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആ സമയത്താണ് നമ്മുടെ ഈ ബൈക്ക് എടുത്തത്. അതെ, ആ പ്ലാനിൽ ഇരിക്കുകയാണ് ബൈക്ക് ഒരു നല്ല ഡീല് വന്ന്. അങ്ങനെ നമ്മൾ ബൈക്ക് സെറ്റ് ഈ ആഫ്രിക്ക ടോയിൻ എടുത്തു. അതോടെ വണ്ടിയുടെ കാറിൻ്റെ പ്ലാൻ നീട്ടി വെച്ചു. പക്ഷെ നമ്മുടെ അൾട്ടിമ താങ്ക്ഫുള്ളി ഇപ്പോൾ നല്ല രീതിയിൽ അൾട്ടിമ ഓടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ പൊക്കോട്ടത്. പിന്നെ ഇത് വിൻ്റർ അല്ലേ. ഐ എം സോ ഹാപ്പി വിത്ത് ദ മോട്ടോർ സൈക്കിൾ മാൻ. ഈവൻ ഡേ ടൈമിലും വെതർ നല്ലതാണെങ്കിൽ ഡേ ടൈമിൽ ഓടിക്കാൻ മോട്ടോർ സൈക്കിൾ തന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നു. ഒരേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഈവനിങ് എനിക്ക് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ എൻ്റെ ഗിറ്റാറും കാര്യങ്ങളും ഇതെല്ലാം കൂടെ എടുത്ത് പോകാൻ വേണ്ടി സമയമെടുക്കും. ആ ഒരു പ്രശ്നമുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏതൊരു സൺഡേ മോർണിംഗ് റൈഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻ്റർനാഷണൽ സിറ്റിയിലെ ഒരു പുതിയ ഏരിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഇൻ്റർനാഷണൽ സിറ്റി നല്ല രസമുള്ളൊരു ഏരിയ. നമ്മൾ നോർമലി ഇൻ്റർനാഷണൽ സിറ്റിയുടെ വൈബ് അല്ലാതെ പുതിയൊരു വൈബുള്ള ഒരു ഏരിയ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഏരിയ അവിടെ ഇപ്പോൾ ദൂരെ നിങ്ങൾക്ക് കാണും നെസ്റ്റോ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാകുന്ന സൂം ചെയ്ത് കാണിച്ചാൽ മതി. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇതാണ്. ഈ നെസ്റ്റോയുടെ ബാക്കിലൂടെ അന്ന് നമ്മൾ റൈഡ് പോയത്. ആ ഏരിയയാണ് നമ്മൾ ആ റൈഡിൽ കണ്ടത്. നല്ല ഏരിയ, നൈസ് വൺ. G700, ജെറ്റൂറിൻ്റെ G700. ഈ വണ്ടി അത്യാവശ്യം കാണാനും കൊള്ള സൈസും ഉണ്ട് കണ്ടിടത്തോളം. ജെറ്റൂർ G700. ജെറ്റൂർ അത്യാവശ്യം നല്ല ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുക ബ്രാൻഡ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓടിച്ചതേ നമ്മുടെ ദുബായിയുടെ ഈ എൻഡിലെത്തി. അതായത് ഷാർജയുടെ ഏകദേശം മെർഡിഫ് സിറ്റി സെൻ്ററാണ് റൈറ്റ് സൈഡിൽ. നമ്മുടെ സ്ഥിരം കുറ്റി സ്ഥലം, എന്താ പറയുക, അതവിടെ സ്ഥിരം വിഹാര കേന്ദ്രം. അത് നമുക്ക് തൊട്ടടുത്ത് എനിക്ക് ഈസി ആയിട്ട് വരാൻ പറ്റുന്ന സ്ഥലം ഇതാ മെർഡിഫ് സിറ്റി സെൻ്റർ. പെട്ടെന്ന് വരാം, പടം കാണണമെങ്കിൽ പെട്ടെന്ന് വന്ന് പടം കാണാം. എന്ത് ലൈറ്റിങ് ആ വണ്ടിയുടെ ട്രക്കിൻ്റെ ബാക്കിൽ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബ്ലൂ ലൈറ്റിങ് കൊള്ളാം. ഓക്കെ, നമുക്ക് എക്സിറ്റ് എടുക്കാറായെന്ന് തോന്നുന്നു. നമുക്ക് ഇവൻ്റെ പുറകിൽ തന്നെ പിടിക്കാം. സിഗ്നലൊന്നും ഇടുന്നില്ലല്ലോ ദീപു. കൺഫ്യൂഷൻ ആക്കുന്നല്ലോ. ഇങ്ങനൊരു സാധനം ഇവിടെ ഉള്ളത് നമ്മൾ ആരും അറിഞ്ഞില്ല. ഒരു മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നു എന്ന് പറഞ്ഞ പടത്തിൽ ജഗതി പറയുന്നുണ്ട്, ഞങ്ങൾ ആരും അറിഞ്ഞല്ല, ഞങ്ങൾ ആരും സിമെന്റിന്റെ കണക്ക് ബോധിപ്പിക്കും പപ്പു അവരുടെ ക്ലബിൽ, നേതാജി ക്ലബ്. അതെ, നേതാജി ക്ലബിൽ പപ്പു സിമെന്റിന്റെ കണക്ക് വിവരങ്ങൾ അവതരിപ്പിക്കും ക്ലബിന്റെ. There are a lot of cement factories there. Where? There എന്ന് പറഞ്ഞിട്ടൊരു ക്ലിപ്പുണ്ട്. അപ്പോൾ പപ്പുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് അവിടെ. പപ്പുവിൻ്റെ ഒരു പ്രസംഗവും അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ആർഗ്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് സിമെൻറ്റിന് വില കൂടിയ വിവരം. അപ്പോൾ ജഗതി പറയും, അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ബാക്കത്തെ വണ്ടി ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തു. നന്നായി, താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ മെർഡിഫ് എത്തിയിരിക്കുകയാണ് മക്കളെ. മെർഡിഫ് എത്തിയിരിക്കുകയാണ്. ആ വണ്ടിക്ക് ധൃതിയുണ്ടെന്ന് പൊക്കോട്ടെ. ഇനി നമുക്ക് ബാക്ക് എടുക്കാം. കാരണം അയാൾ നമുക്ക് വേണ്ടി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തന്നു. ഗുഡ് ഗായ്. പക്ഷെ അയാൾ വൻ പൊടിക്കലാണല്ലോ ജീവിൻ്റെ ബാക്കിൽ. എനിക്ക് തോന്നുന്നില്ല ദീപ് മാറി കൊടുക്കുന്നു. ദീപിൻ്റെ കയ്യിലിരിപ്പ് വെച്ചേക്ക് ദീപ് മാറി കൊടുക്കാൻ ചാൻസ് ഇല്ല.
യൂ ടേൺ ആണോ? എനിക്കൊന്ന് യൂണിയൻ കോപ്പിൻ്റെ അങ്ങോട്ടാണോ പോകുന്നത്? അതിവിടെ വല്ല ഫുഡ് ട്രക്ക് ഏരിയ ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ 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 അതെ, ഫുഡ് ട്രക്ക് ഏരിയ ഉണ്ട്. ഓ നൈസ് ബേബി, അത് തന്നെ ആണെങ്കിൽ നൈസാണ്. അതെ അതെ അതെ, ലാസ്റ്റ് എക്സിറ്റ് പോലുള്ള ഒരു ഏരിയ. അത് കൊള്ളാലോ, നല്ല വൈബ് സ്ഥലം. റൈറ്റ് സൈഡ്. ഓക്കെ, ഇനോക്കിൻ്റെ എക്സിറ്റ് ആണ് ഇത്. പമ്പിലാണോ തോന്നുന്നു ഇതെല്ലാം. ഷേ വൈബേഷ് വൈബേഷ്. ഓ, ഇങ്ങനൊരു സ്ഥലമുള്ളത് നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ ആരും അറിഞ്ഞില്ല. ഓക്കെ, നമുക്ക് ഹെൽമെറ്റിൻ്റെ വൈസർ തുറക്കാം. ഓ നല്ല വെതർ, നല്ല കാറ്റ്, നല്ല വൈബ്. ഇതിലേതോ ഒരു ഫുഡ് ട്രക്കിലായിരിക്കും ഇപ്പോൾ പറഞ്ഞ കാര്യം. ഇവിടെ നല്ലൊരു ലൈവ് മ്യൂസിക്കിന് പറ്റിയ സ്ഥലമാണല്ലോ. ഇവിടെ ഒരു സ്റ്റേജ് പണിത് ഇവിടെ എല്ലാ നൈറ്റിലും ഒരു ലൈവ് മ്യൂസിക്കും കൂടെ സെറ്റ് ചെയ്താൽ പൊളിച്ച്. ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ അതൊരു ബാൻഡും ആണെങ്കിലോ. ഷോ, ഇവിടെ സത്യം പറഞ്ഞാൽ അത് വേണം. ഏതാണ് ഫുഡ് ട്രക്ക് എന്നാണ് തോന്നുന്നത് ദീപ് ആലോചിക്കുന്നത്. ഫ്രണ്ടിലാണോ സൈഡിലാണോ? ഹീ ഈസ് കൺഫ്യൂസ്ഡ്. ദീപ് ഉദ്ദേശിച്ച കോയിൻ ബർഗർ അവർ നിർത്തിപ്പോയോന്നാവോ? ഊക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റോ? കോർണിക്കോൺ സ്ലൈഡേഴ്സ്. ഓ, ഇതൊരു മാഫിയ സ്പെക്ക്. ഒയ്യോ, 100,000. നമ്മളിത് വീണ്ടും കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളുള്ളത് എത്തിഹാദ് മോളിൻ്റെ പാർക്കിങ്ങിലെ ഫുഡ് ട്രക്കിലാണ്. ഇനി വണ്ടി ഇവിടെ എവിടെയെങ്കിലും മേലെ അങ്ങ് കയറ്റിടും. എനിക്ക് തോന്നുന്നു അതാ ചെയ്യണ്ടേ. സ്ഥലം മാറിയോ? പെപ്സി എടുത്തോ. ഓ യെസ്, നൈസ്. ഓ, അത് വിളിച്ച് ഏട്ടൻ വല്ലതും നോക്കാതെ ചെയ്തിരിക്കും. എല്ലാ എക്സ്പ്രഷനിലും ഓരോന്ന് വെച്ചെടുത്ത്. ആ ബൈക്ക് നീ ബാക്കിൽ ഫുള്ള് രണ്ടും കൂടെ ഒന്നിൽ കയറിയില്ല. യെസ്, അല്ല ഇത് മറ്റേ ഇത് DJI ആക്ഷൻ 5 Pro. കാരണം ഇതിൽ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഇതാ കൂടുതൽ. ആ ഫുള്ള് കുറേ കറങ്ങി. പക്ഷെ ഇത് കൊള്ളാട്ടോ, നല്ല വൈബ് സ്ഥലം, പൊളിച്ച്. ഇതേ അവിടെ ഇത് മൈനസ്, ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു പാഡലുണ്ട് പ്ലസ്. യാ, പക്ഷെ ഞാൻ നോർമലി ഓട്ടോമാറ്റിക് തന്നെ ഓടിക്കുന്നത്. അൺലെസ് ഏതെങ്കിലും ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒന്ന് പുഷ് ചെയ്യണം തോന്നിയാൽ ജസ്റ്റ് ഡൗൺ ഷിഫ്റ്റ് ചെയ്തിട്ട് നേരെ വിടും. പക്ഷെ മോസ്റ്റ് കേസസ് ഇത് തന്നെ നേരെ ഇടിച്ചു. ക്ലച്ച് അവിടെ ഒരു ലിവർ ഉണ്ട്, വെച്ചാൽ മറ്റേ ഹാൻഡ് ബ്രേക്കാണ്. ആ ഇല്ല അത് ഇത് ക്ലച്ച് അല്ല, അത് ഹാൻഡ് ബ്രേക്ക്. അത് ലോക്ക് ചെയ്തിടാൻ പറ്റും. അല്ല ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ന്യൂട്രലാണ്. ഇത് നേരെ ഇതിൽ ഡ്രൈവിലിട്ടാൽ ഡ്രൈവിലേക്ക് മാറും. പിന്നെ നമ്മൾ നോർമലി ആക്റ്റീവൊക്കെ ഓടിക്കുന്ന പോലെ തന്നെ. പിന്നെ നിർത്തിയിടുവാണെങ്കിൽ ന്യൂട്രൽ ഇട്ടാൽ മതി. പിന്നെ 3 സ്പോർട്ട് മോഡും ഉണ്ട്. ദിസ് ന്യൂട്രൽ, യാ. നൗ ഇറ്റ്സ് ഇൻ ഡ്രൈവ് മോഡ്. സോ പാഡിലൊന്നും വേണ്ട, യു ക്യാൻ ജസ്റ്റ് യൂസ് ഇറ്റ് വിത്ത് ദ ത്രോട്ടിൽ. യാ, നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് കളിക്കാം. എനിക്കിത് വളരെ കംഫർട്ടബിളാണ്. നാളെ പത്രത്തിൽ ഈ ഫോട്ടോ ആണ്. പാപ്പരാജ് നോക്കി, അമിത് ചക്കാലക്കൽ ദുബായിൽ, അതിൻ്റെ ആ ഒരു ഇതില് അതിന് പറ്റിയ ഫോട്ടോ. മുഖമൊക്കെ മറച്ചു വെച്ച് അറിയാതെ ഹിഡൻ ക്യാമറ വെച്ചെടുത്തത്.
ന്യൂസിന് ആ അയച്ചോ. ഇവിടെ എടുക്കാം ഒരു ഡൺ ഡൺ. ഫുൾ ലെങ്ത് സാധനം എടുത്തിട്ടുണ്ട്. ഇതിന്റെ ത്രോട്ടിൽ റെസ്പോൺസ് ഭയങ്കര, യു ക്യാൻ ഫീൽ ഇറ്റ്. ത്രോട്ടിൽ കൊടുക്കുമ്പോൾ വണ്ടി ഡൺ പെർഫെക്റ്റ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ കലാപരിപാടികൾ നമ്മളിവിടുന്ന് നല്ല ഇതിന് തൊട്ട് മുന്നിലുള്ള ക്ലിപ്പിൽ കണ്ടിട്ടോ നമ്മളെന്താ കഴിച്ചെന്ന്. നല്ല നൈസ് കോയിൻ ബർഗർ ആണത്. എന്താ അതിന് പേരുണ്ടായിരുന്നു, എന്തോ കോയിൻ വെച്ചിട്ടുള്ള എന്തോ ഒരു പേരായിരുന്നു എന്തായാലും. അപ്പോൾ അത് കഴിച്ചു, കുറേ നേരം ഇരുന്ന് കത്തിയടിച്ചു. ഇനി നാളെ രാത്രി ഒരു റൈഡ് ഉണ്ടാവും മിക്കവാറും. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വ്ളോഗ് സെറ്റ് ചെയ്യണം നാളെ. പക്ഷേ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരാൾ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് വീഡിയോ ആയിട്ട് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഇനി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% നാളെ വ്ളോഗ് എടുക്കും. അപ്പോൾ എന്തായാലും നോക്കാം. എനിവേസ്, സോ ലെറ്റ്സ് ഗോ ഹോം. അപ്പോൾ ഇതിന് എക്സിറ്റ് ചെയ്ത സൈഡ് എടുക്കാമെന്നറിയില്ല. ഡ്രൈവ് എക്സിറ്റ് അവിടെ ഉണ്ട്. എക്സിറ്റ് എനിക്കൊന്ന് ഈ സൈഡിൽ പോവാം. പോർഷ, ക്ലാസിക് പോർഷ ബേബി. പോർഷ് എന്നല്ല, പോർഷ്. ലെറ്റ്സ് ഗോ ഹോം ബേബി. ഇവിടുന്ന് എക്സിറ്റ് നമ്മളിപ്പോൾ എങ്ങനെ ഇങ്ങോട്ട് എത്തിയേ? ഇല്ല, ഇവിടുന്ന് റൈറ്റ് പോയാൽ മിക്കവാറും നമുക്ക് ആ റോട്ടിലോട്ട് എത്താൻ പറ്റുമായിരിക്കും. അപ്പോൾ നല്ല രസമുള്ള, അതായത് കുഞ്ഞു ബർഗർ കോയിൻ ബർഗർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെറിയ കോയിന് പോലെ തന്നെ ചെറിയ സൈസിലുള്ള ബർഗർ. അവിടെ നിന്ന് കോട്ടുമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഇരുന്ന് സംസാരിച്ചു, ജീവിതത്തെക്കുറിച്ച്, റിലേഷൻഷിപ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങളിൽ നിന്ന് സംസാരിക്കുക. നല്ല രസമായിരുന്നു. കാരണം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അവൻ, ഇപ്പോൾ നേരത്തെ ഉള്ള ക്ലിപ്പിൽ നിങ്ങൾ കാണും, ഡാരിൽ എന്ന് പറഞ്ഞ അവൻ ഒരു മിനിറ്റ്, റാഷിദിയ മർഡിഫ് വർക്ക, നമുക്ക് ഇങ്ങനെ പോവാം. ഡാരിൽ എന്ന് പറഞ്ഞ അവൻ USC നിന്ന് വന്നതാണ് നാട്ടിൽ പോകാൻ. അപ്പോൾ നാട്ടിൽ പോകാൻ അവൻ ഇന്ന് ഒരു ദിവസം ഇവിടെ നിന്നിട്ട് നാളെ ഇവിടെ നിന്ന് നാട്ടിൽ കയറും. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ USCത്തെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും, പിന്നെ ഞങ്ങളെ ഏജ് ഡിഫറൻസ് അത്യാവശ്യം ഉണ്ടല്ലോ. അവന് 21 വയസ്സാണ്, എന്നെക്കാളൊരു 15 വയസ്സ് താഴെയാണ്. അപ്പോൾ എൻ്റെ ദീപവും ഞാനൊക്കെ ഒരേ പ്രായമായതുകൊണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു, ജനറേഷണൽ ഡിഫറൻസും കാര്യങ്ങളും. ഇത് എത്തിഹാദ് മോളിലാണ് ഗൈസ് നമ്മളിപ്പോൾ പോയ സ്ഥലം കേട്ടോ, മെർഡിഫിൽ എത്തിഹാദ് മോളിൽ. അപ്പോൾ അങ്ങനെ കുറേ കത്തിയൊക്കെ അടിച്ച് അവിടുന്ന് കോയിൻ ബർഗറൊക്കെ കഴിച്ച് ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ദൂരെ? എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ്, അതൊരു സൈറ്റ്. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി അവർ പോയി അവനെ ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. അവനെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പിന്നെ തിരിച്ചു പോകും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ്സ് എന്നല്ല, അതൊക്കെയാണ് ഇന്ന് നടന്നത് ബേസിക്കലി. അപ്പോൾ ഇനി നമ്മുടെ നാളെ കുറച്ച് പണി കൊണ്ട്, നാളെ ഉച്ചയ്ക്ക് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളൊരു വ്ളോഗായിട്ട് ചെയ്യും. നാളെ അത് മീറ്റിംഗ് എവിടെ വെച്ചിട്ടാണ്, എനിക്ക് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി മോളിലായിരിക്കണം. പക്ഷെ അത് നട്ടുച്ചക്കാണ്, 1 മണിക്കാണ്. അപ്പോൾ അത് ബൈക്ക് എടുത്ത് മിക്കവാറും ഒന്ന് ഇറങ്ങി നോക്കണം. കാരണം ഡേ ടൈമിൽ വണ്ടി കൊണ്ട് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയണമല്ലോ. അപ്പോൾ ഡേ ടൈമിലൊന്ന് ഇറങ്ങിയിട്ട് അതെങ്ങനെയുണ്ട് അത് നോക്കണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഉച്ചയ്ക്ക് ബൈക്കും കൊണ്ട് പുറത്തിറങ്ങുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ വേറെ കുറേ വർക്ക് റിലേറ്റഡ് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അത് ചെയ്യണം.
അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ചിലപ്പോൾ നാളെ രാവിലെ തന്നെ ഞാൻ ഇറങ്ങും, കാരണം കുറച്ച് പണികൾ തീർക്കാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വണ്ടി കൊണ്ട് ഇറങ്ങിയിട്ട് നേരെ ആദ്യം JVC പോകണം. JVC പോയിട്ട് അവിടുന്ന് പിന്നെ നേരെ ഉച്ചയ്ക്ക് വണ്ടിയെടുത്ത് നമ്മുടെ ഇങ്ങോട്ട് വരണം, ഫെസ്റ്റിവൽ സിറ്റി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോകും. അപ്പോൾ അതാണ് നാളത്തെ മിക്കവാറുമുള്ള പ്ലാൻ. സോ ലെറ്റ്സ് സീ. എനിക്ക് റൈറ്റ് സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എൻ്റെ തല തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ജഗഞ്ച ബാക്കിൽ വണ്ടി ഉണ്ടോ? ലെറ്റ്സ് ഗോ. ഓ, മേലെ കൂടെ ഫ്ലൈറ്റ് പോയതിൻ്റെ ഒച്ച കേട്ടു. പക്ഷേ ഇതിൻ്റെ തൊട്ട് മേലെ കൂടെ ഇപ്പോൾ ഫ്ലൈറ്റ് പോയി കണ്ടാൽ നല്ല രസമായിരിക്കും. പക്ഷേ ഫ്ലൈറ്റുകളൊന്നും എത്തില്ല ഇപ്പോൾ. അതിനുള്ള ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ടോ? ഇല്ല. അത് ഫ്ലൈറ്റാണോ? അതെ, അത് ഫ്ലൈറ്റാണ്. പക്ഷേ അതിപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മളിവിടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും. എനിവേയ്സ്, അപ്പോൾ കോയിൻ ബർഗർ കഴിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങി 311 ജോയിൻ ചെയ്യും. 311 ജോയിൻ ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് വിടും. മെർഡിവ് സിറ്റി സെൻറ്റർ വഴി പാസ് ചെയ്യും. സമയം എന്തായി? 12:30. നട്ടാപ്പാതി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെ സ്ഥിരം ടൈമിങ്. നമ്മൾ രാത്രി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ എല്ലാം നമ്മുടെ പരിപാടികൾ നടക്കുന്നുള്ളൂ, ഉറക്കും കാര്യങ്ങളെല്ലാം. ഓ, നല്ല വെതറോ, നല്ല വെതറോ. ഈ ഉറക്കം ശരീരത്തിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു അൺലിമിറ്റഡ് മണി സപ്ലൈ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ബൈക്കും ഓടിച്ചങ്ങനെ പോയേനെ. ഓ, എനിവേസ്, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാം. ഓക്കെ, അപ്പോൾ വി ആർ ബാക്ക് ടു അവർ ഹോം, സ്വീറ്റ് ഹോം. ഓ, ഇത് കിടക്കുന്ന ഒരു മസ്റ്റാങ്, ആ കളർ നല്ല രസമുണ്ട്. എനിവേസ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. നാളെ ഒരു റൈഡുണ്ട് എഗെയിൻ. ശരിക്കും 3 റൈഡിൻ്റെ വീഡിയോ നമുക്ക് ഇറക്കാനുണ്ട്. ഒന്ന് ഇതിന് മുന്നേ ഉള്ള റൈഡ്, അതിപ്പോൾ ഇവർ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നാളെ ഇത് ഇറങ്ങുന്നതിന് മുന്നേ എന്തായാലും അത് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒരു റൈഡ് നാളെ പോവുകയും ചെയ്യും. നാളെ എനിക്ക് തോന്നുന്നു 2 റൈഡ് ഉണ്ടാവും. നാളെ ഒരു ദിവസം ചിലപ്പോൾ നമുക്ക് 2 റൈഡ് ഉണ്ടാവും. ഇതാരും മുടിയോടെ കിടക്കുന്നത്? ഇത് മറ്റേ ഇതാണ് തോന്നുന്നു. എന്താ മുടി വെട്ടിക്കാനുള്ള മുടിയില്ലേ? വെട്ടിക്കാനുള്ള മുടി, അതാണ് തോന്നുന്നു. എനിവേസ്, സോ ഗൈസ്, അതായിരുന്നു ഇന്നത്തെ നമ്മുടെ റൈഡ്. നാളെ 2 റൈഡ്. ഈ ആഴ്ച എനിക്ക് തോന്നുന്നു 4 റൈഡാണ് നമുക്കുള്ള ടോട്ടൽ. എന്തായാലും സംഗതി ജോറാകുന്നുണ്ട്, കാരണം വെതർ നല്ല രസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഗുഡ് നൈറ്റ്.